ഇന്ന് ഞാൻ വാക്ക് പാലിക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ വെജിറ്റേറിയൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്നാ പറയുക, നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏത് കഴിക്കല്ലെന്ന് പറയുന്നോ അതിനോടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കൊതി വരുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു. ബേസിക് സൈക്കോ അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? എന്നാ വേണ്ടാന്ന് വെക്കുന്നു അതിനോടാണ് ഏറ്റവും കൂടുതൽ കൊതി വരുന്നത്. പക്ഷേ ആനീസ് കിച്ചണിൽ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കുറച്ചൊരു നോൺ വെജിൻ്റെ സ്വാദും വരും, എന്നാൽ പക്ഷേ എന്നാന്നോ കംപ്ലീറ്റ്ലി വെജിറ്റേറിയനുവാ. അതേപോലെ എന്നാൽ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു സാധനം, ഇച്ചിരി ഉപ്പും എരിവും പുളിയും എല്ലാം ഉള്ളത് അന്ന് വന്നാൽ പിന്നെ നമുക്കൊരു നോൺ വെജ് കഴിച്ചതിൻ്റെ ഒരു തൃപ്തിയൊക്കെ വരണ്ടായോ. അല്ലെ പിന്നെ ഞാൻ ഈ ആനീസ് കിച്ചൺ എന്താ പറയുക തുടങ്ങി ചെന്നാ ചെയ്യാനല്ലേ ഇങ്ങനത്തെയൊക്കെ സ്പെഷ്യൽ വിഭവങ്ങൾ നമ്മൾ മുന്നിലെത്താനല്ലേ ഏറ്റവും നോക്കുന്നത് അല്ലേ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനം വന്നു. പക്ഷേ കടല എന്ന് കേൾക്കുമ്പോഴത്തേനും എല്ലാവരുടെയും മുഖമൊന്ന് എന്നാ പറയുക ഒരു ഇച്ചിരി അത് ചുളുക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ കടല എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് അതിന് ഇച്ചിരി ഗ്യാസ് ഉള്ളതാ ഇതാന്നൊക്കെ പറയും. പുട്ടും കടലയും നമ്മൾ കഴിക്കുവാന്നേല മിക്ക പേര് വാന്നേലും അതിൻ്റെ ചാറെടുത്ത് പുട്ടിനോട് കുഴച്ച് കഴിക്കത്തേ ഉള്ളൂ. കടലയൊക്കെ ഇങ്ങനെ പ്ലേറ്റിൻ്റെ സൈഡിലിരിക്കുവേ. പക്ഷേ കടലയോടുള്ള ഗുണങ്ങൾ എന്നാക്കിയാണെന്നറിയോ? കടല ഭയങ്കര പ്രോട്ടീനുള്ള സാധനമാണ്. അതിനെ ഇങ്ങനെ നമ്മൾ കളഞ്ഞു കഴിച്ചാൽ പിന്നെ അതിൻ്റെ എന്നാ ഗുണമൊന്നുമില്ല. എന്നുവെച്ചാൽ ചിലവരാന്നേലുണ്ടല്ലോ ആ കടലയുടെ തൊലിയൊക്കെ മാറ്റിയേച്ചു വന്നു കഴിക്കുന്നത്. ഇതൊങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല. പക്ഷേ ഈ ബിരിയാണിയിൽ ഞാൻ ഈ പറഞ്ഞ കൂട്ട് നിങ്ങൾക്ക് ഒന്നും മാറ്റാൻ നോക്കുകയില്ല. പിന്നെ വേണമെന്ന് വെച്ചാൽ പെറുക്കിയൊക്കെ മാറ്റും, അതും ഉണ്ടേ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഈ ബിരിയാണി ഈസ് വെരി ടേസ്റ്റി. അതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാവേ. ഇതിന് വേണ്ടിയത് വെജിറ്റബിൾ ഓയിലാന്നു. ഇപ്രാവശ്യം നമുക്ക് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഏതേലും ഒന്ന് മതി. ഇന്ന് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്, കുറച്ച് വെജിറ്റബിൾ ഓയിൽ. പിന്നെ വേണ്ടിയത് ഇച്ചിരി സവാളയാണ്, അത് ഇച്ചിരി കൂടുതൽ അരിഞ്ഞു. പിന്നെ വേണ്ടിയ സ്പൈസസ് എന്നാന്നോ കുറച്ച് പട്ട, പിന്നെ ഇച്ചിരി ഗ്രാമ്പൂ, ഒരു ഇച്ചിരി ഏലക്കായ, പിന്നെ ഇച്ചിരി പട്ടയുടെ ഇലയാണേ. ഇത് ഇച്ചിരി ജീരകവ, നമ്മുടെ സാധാ ജീരകമല്ല, ബിരിയാണിയിലൊക്കെ ഇടുന്ന ജീരകം. പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി പച്ചമുളക് എന്നാന്ന് വെച്ചാൽ എരിവ് കണക്കാക്കി എടുത്തോണേ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കുറച്ച് ടൊമാറ്റോ, പിന്നെ ഇനി പൗഡേഴ്സാണ്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി വേണം, കാശ്മീരി മുളക് പൊടി മതി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണേ. പിന്നെ കുറച്ച് കട്ടി തൈര്, പിന്നെ അതേ കൂട്ട് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടല. വെള്ളക്കടലയാണെന്നല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ കറുത്ത കടലയ്ക്ക് ആ പ്രോട്ടീൻ കൂടുതലെന്ന് പറയും. പക്ഷേ അതെന്നാന്നറിയോ, കറുത്ത കടല ഇട്ട് കഴിഞ്ഞാൽ അധികം കാണുകയല്ലേ. ഇതാണെങ്കിൽ ഒരു ഇച്ചിരി എന്നാ പറയുക ഒരു പീസസ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി ഇച്ചിരി ജൂലിയൻസ് ആയിട്ട് അരിയാണ്. ജൂലിയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തിന്നായിട്ട് എത്ര കുഞ്ഞായിട്ട് കട്ടിയില്ലാതെ നീളത്തിലരിയുന്നു അതാണ് ജൂലിയൻസ് എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി കട്ടിയുണ്ട്, എന്നാലും ഒരു ഇച്ചിരി കൂടെ കട്ടി കുറച്ചു. പിന്നെ കുറച്ച് വാനില എസൻസ്, ഇതല്ലെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസോ ഏത് ഫ്ലേവറാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതെ. കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പുതിന ഇല. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബാസ്മതി റൈസാന്ന് കൂടെ വേവിച്ച് വെച്ചേക്കുവാന്നേ. ഇതിനകത്തോട്ട് ഞാൻ ഇട്ടേക്കുന്ന എന്നാന്നോ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ പട്ടയുടെ ഇലയില്ലേ അത് നമുക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ അതിടാം, അല്ലെന്നുണ്ടെങ്കിൽ സാധാ പട്ടയുടെ ഉണങ്ങിയ ഇല ഇട്ടേച്ചാലും മതി. അന്നേച്ച് വെള്ളം തിളച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം വേണം അരി ഇടാനായിട്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ബിരിയാണി അല്ലേ, ഇച്ചിരി ഒരു ലോങ് പ്രൊസീജിയേഴ്സ് അതിനകത്ത്. ഫസ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാവേ. അതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ,
ഞാനൊരു ഇച്ചിരി കൂടുതൽ എണ്ണയല്ലേ ഒഴിച്ചേ. അന്ന് എന്നത്തിനാന്ന് ഒഴിച്ചതെന്നോ, ആദ്യം നമുക്ക് ഈ ബിരിയാണിക്കകത്ത് ഇടാനായിട്ട് ഇച്ചിരി ഉള്ളി വറുക്കുകയല്ലേ, അത് ഇച്ചിരി വറുത്ത് വെക്കണം. ഈ ബിരിയാണിക്കകത്തും നമ്മൾ പച്ചയായിട്ട് ഉള്ളി ഇങ്ങനെ വഴറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. വറുത്ത ഉള്ളി ഇട്ടേച്ചാൽ നമ്മൾ ബിരിയാണിയുടെ ഗ്രേവി തന്നെ ഉണ്ടാക്കുന്നത്. അന്നേരം നമുക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ പട്ടയുടെ ഇല, പിന്നെ ഇച്ചിരി സായി ജീരകം, ഇത് ഇത്രയും ഇട്ടേച്ച് നമുക്ക് ഉള്ളി ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാവേ. പട്ട ഒത്തിരി ഇടരുത്, നമ്മൾ എന്നാന്നോ ചോറിനകത്തും ഇട്ടതല്ലേ, അതുകൊണ്ട് ഒരു പീസ് ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് ഒരു ഗ്രാമ്പു, ഇതേപോലെ തന്നെയാ ഏലക്കയും, പിന്നെ പട്ടയുടെ ഇല, പിന്നെ സായി ജീരകവ ഒരു 3/4 ടീസ്പൂൺ ഇട്ടു. നമ്മൾ മിക്കപ്പോഴും ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചില സമയം എല്ലാവരും പറയുവേ ഈ ബിരിയാണി ഞങ്ങൾ വിചാരിച്ച പോലെ ഒത്തില്ല, എന്നാൽ അതിൻ്റെ ആ മണം വന്നില്ല, അതാന്നൊക്കെ പറയും. പക്ഷേ ബിരിയാണിക്ക് ബേസിക്കലി ഈ സാജീരകം ഇടുമ്പോഴാണ് നല്ല മണം വരുന്നത്. അത് ഒരു സാധാ ജീരകം, എല്ലാവരും സാജീരകം എന്ന് പറഞ്ഞ് പ്രത്യേകം വാങ്ങാൻ കിട്ടും. അത് മേടിച്ചേച്ച് ബിരിയാണി ചേർക്കണം, അപ്പം നല്ല മണം വരുവേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ഫുൾ ഉള്ളി, ഇതിപ്പോൾ 4 വലിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്, ഇതിനകത്തിട്ട് നല്ല ബിരിയാണിക്ക് നമ്മൾ വറുത്തിടുന്ന കൂട്ട് മൊരിയണം. ഈ പട്ടയും ഗ്രാമ്പൂ, ഏലക്ക, ഈ സ്പൈസസ് എല്ലാം ഇതിനകത്ത് കിടന്നോട്ടെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജീരകമൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുമായിരിക്കും, ഒന്നും ചെയ്യുകയില്ല. ഉള്ളിയുടെ ഇടയിൽ കൂടെ തന്നെ അതും അങ്ങ് മൊരിഞ്ഞ് കിട്ടുവേ. സാധാരണഗതിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയാവോ, ഈ ഉള്ളിയൊക്കെ ലാസ്റ്റല്ലേ നമ്മൾ വറുത്തിടുന്നേ. ഇതിപ്പോൾ നേരത്തെയാന്നേ, പക്ഷെ ഉള്ളി വറുക്കാനായിട്ട് നേരെ എടുക്കും. ഞാൻ നമ്മുടെ ഉള്ളിയില്ലേ ഒത്തിരി ഇട്ടതാന്നേ, പക്ഷെ കണ്ടോ മൊരിഞ്ഞു വന്നപ്പോഴത്തേന് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ നല്ലതായിട്ട് നമ്മുടെ ആ ബിരിയാണിയിലൊക്കെ വറുത്തിടുന്ന കൂട്ട് തന്നെ വറുത്ത് വെച്ചേക്കുവാന്നേ. ഇനി അതേ എണ്ണയിൽ തന്നെ ഇനി ഞാൻ ഇടാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ പച്ചമുളകാന്നു. പച്ചമുളക് എത്രയാ എരിവ് വേണ്ടിയെന്ന് വെച്ചാൽ ആ കണക്കിന് ഇട്ടോണം. വെജിറ്റേറിയൻ സമയത്താകുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കുറച്ച് ഉപ്പും എരിവും പുളിയും ഒക്കെ വേണം തോന്നുവേ. അന്നേരം അതുകൊണ്ട് നമുക്ക് എത്ര പച്ചമുളക് വേണമെന്ന് വെച്ചാൽ അത് എരിവനുസരിച്ച് ചേർത്തോണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 1.5-2 ടീസ്പൂൺ ഇട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നിറച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കടല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം എന്നാ ഗ്യാസ് ആന്നു അതാന്നു ഇതാന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ന്യായം പറയുമെന്ന്. അന്നേരം ഇതൊന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും നിറയെ ചേർക്കുവാന്നേലുണ്ടല്ലോ അങ്ങനത്തെ ഇഷ്യൂസസ് ഒന്നും വരികയില്ല. ഡൈജഷൻ ആണെങ്കിലും നല്ലതായിട്ട് നടക്കുകയെ, അതുകൊണ്ട് അതൊന്നും പേടിക്കുകയേ വേണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ടൊമാറ്റോയും കൂടെ ചേർക്കാം. ഇനി എന്നാന്ന് വെച്ചാൽ ഈ ടൊമാറ്റോയെ ഒത്തിരി അങ്ങോട്ട് വെന്ത് ഇതിനകത്തോട്ട് അങ്ങ് ചേരണ്ട. ഇച്ചിരി ഒരു ടൊമാറ്റോ അവിടെ ഇവിടെ കിടക്കുന്ന കാണാൻ നല്ലതല്ലേ. ഒത്തിരി അങ്ങോട്ട് വെന്ത് ചേരണ്ടെന്ന് പറഞ്ഞാലും ഒക്കത്തില്ല. ഇപ്പം ഈ ടൊമാറ്റോ നല്ലതായിട്ട് വേവിച്ചേച്ച് പിന്നെ നമ്മൾ ബിരിയാണി ലെയർ ചെയ്യത്തില്ലേ, ആ സമയത്ത് ഒരു ഇച്ചിരി വാങ്ങാറാകുമ്പോൾ ഒരു 3-4 ടൊമാറ്റോ, കുഞ്ഞു 3-4 ടൊമാറ്റോ അല്ല, ഒരു ടൊമാറ്റോനെ ഒരു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചേച്ച് ഒന്നിട്ട് ഇളക്കി എടുക്കുമ്പം അവിടെ ഇവിടെ ഇങ്ങനെ റെഡ് കളറായിട്ട് ബിരിയാണി കിടക്കുന്നതാണ് നല്ലതാണേ. അതുകൊണ്ട് ഈ ടൊമാറ്റോ നമുക്ക് എന്നാ ചെയ്യണം, നല്ലതായിട്ട് അങ്ങ് സ്മാഷ് ചെയ്ത് എന്നാ പറയുക തൊലിയിലൊക്കെ വിട്ട് അതിൻ്റെ ആ ദശയില്ലേ ചേരുവയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വഴറ്റണേ. പച്ചമുളക് വേണമെങ്കിൽ ചതച്ചു ഇടാം, കുഴപ്പമില്ല. പക്ഷേ ഇറച്ചിക്കൊക്കെ ആന്നേലാന്നു ആ ഇറച്ചിയോട് അങ്ങ് ചേരുന്നത് നല്ലത്. പക്ഷെ നമ്മൾ ബേസിക്കലി ഒരു വെജിറ്റേറിയൻ വെക്കുമ്പോഴത്തേന് ഈ പച്ചമുളകൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് തന്നെയാണ് നല്ലത്. പക്ഷെ കടല ആയതുകൊണ്ട് വേവുമ്പോഴത്തേക്കും ആ ഒരു ഇതുകൊണ്ട് കടലയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലാണ്. അന്നേരം നമ്മൾ കുക്കറിലിട്ടത് ഇച്ചിരി ഒന്ന് വേവുമ്പോഴത്തേന് ഇതെല്ലാം ഉടഞ്ഞൊരു ഗ്രേവി കൂട്ടാവും, ഇതൊന്നും കാണുകയില്ല. പക്ഷെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്താൽ നല്ല രസമാണ് അതിങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്.
ഇപ്പോൾ ടൊമാറ്റോ ഇച്ചിരി സ്മാഷ് ആയി തുടങ്ങിയിട്ടുണ്ട്, എണ്ണ മേലോട്ട് വന്നു. പക്ഷെ എന്നാലും ടൊമാറ്റോയുടെ വെള്ളവും ഇതിനകത്തുണ്ട്. അത് എന്നാ ചെയ്യണമെന്ന് അറിയാം, ഒരു ചെറിയ സിമ്മേ വെച്ചേച്ച് നമുക്ക് ഈ പൊടിയെല്ലാം ചേർക്കാവേ. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി മതിയാവും. പിന്നെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഇച്ചിരി ഗരം മസാല. അന്നേരം ആ ടൊമാറ്റോയ്ക്കകത്തെ വെള്ളവും ആ എണ്ണയെല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഈ പൊടിയെല്ലാം ഒന്ന് മൂത്ത് കിട്ടുവേ. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ, അതായത് ആ എണ്ണയിലോട്ടൊക്കെ നമ്മൾ ആ പൊടി ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ എണ്ണയെല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് നമ്മൾ നേരത്തെ കണ്ട ആ വാട്ടറി കണ്ടന്റ് ഒന്നും വെള്ളം പോലെ ഇരുന്നില്ലേ, അതൊന്നും കാണുകയല്ല. പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതെല്ലാം കൂടെ അങ്ങ് ബൈൻഡ് ആവും, ഇങ്ങനെ ചേരും. അന്നേരം പിന്നെ നമുക്ക് ആ ഒരു വെള്ളം ഒന്നും കാണാൻ ഒക്കെയല്ല. ഈ സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അന്നേരം എല്ലാം ചേർത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഈ പൊടിയും ആ ടൊമാറ്റോയും എല്ലാം വെന്തോളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചേർക്കാനുള്ള എന്നാണെന്നറിയാമോ, ഇച്ചിരി തൈര്. നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതനുസരിച്ച് തൈര് ചേർക്കണം. തൈര് കഴിയുന്നതും പുളി ഇല്ലാത്തത് തന്നെ എടുക്കണേ. ഒരു വലിയ 2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 സ്പൂൺ ഒഴിച്ചോ, അതായത് ഒരു വലിയ തവി കൂട്ടിക്കോ. തൈര് ചേർത്തേച്ച് തീ ഒരിച്ചിരി കൂട്ടിക്കോ. അന്നാന്നോ തൈരിന്നാന്നേലും ഒരു ഇച്ചിരി വെള്ളം ഊറുവേ. അതുമാത്രമല്ല, തൈരാന്നേലും നമ്മുടെ ഈ ഗ്രേവിക്കകത്തോട്ട് ഒഴിക്കുമ്പോൾ തൈരിൻ്റെ ഒരു മണമില്ലേ, ആ മണം ഇങ്ങനെ മുന്നിട്ട് നിന്നാൽ ഒക്കത്തില്ല. അന്നേരം നമ്മുടെ ആ ഗ്രേവി ആയിട്ട് ഒന്ന് ചേർന്ന് ആ തൈരിനകത്തുള്ള വെള്ളം മുഴുവൻ പറ്റിയേച്ച് എണ്ണ തെളിയണം. അന്നേരം ആ തൈരിൻ്റെ ഒരു മണവും അങ്ങ് മാറുവേ. എന്നാൽ തൈരിൻ്റെ ഒരു ടേസ്റ്റും നമ്മുടെ ഗ്രേവിക്ക് കിട്ടും. ഇച്ചിരി ആയിട്ട് സൈഡിലൊക്കെ ആന്നേലുണ്ടല്ലോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടേ. എണ്ണ തെളിയണം, എന്നാലേ അതിൻ്റെ നമ്മൾ ആ ബിരിയാണി വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു റോ ടേസ്റ്റ്, ആ ഒരു പൊടിയുടെയൊക്കെ ആന്നേലും ഉണ്ടല്ലോ അതിൻ്റെതായ ഒരു പച്ച ചുവ അതിന് എന്തായാലും ഉണ്ടാവും. അത് വേണ്ട. അന്നേരം ഈ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച തൈരും ഒക്കെ ഒന്ന് ആ വെള്ളമൊക്കെ പറ്റി സൈഡിൽ നിന്നേ നമുക്ക് വേണ്ട. ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ആ സൈഡിലെല്ലാം എണ്ണ തെളിയുവാന്നേ. ഇത് എണ്ണ ഇങ്ങോട്ട് ഇച്ചിരി തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി ആ പൊടിയുടെയൊക്കെ മണം മുന്നേ വരുവേ. അന്നേരം ഒരു ഇച്ചിരി മല്ലിയില കുറച്ചിട്ടേച്ചാൽ മതി, ഒരു ഇച്ചിരി പുതിനയില ഇച്ചിരി വെച്ചേക്കണേ. നമുക്ക് ലെയർ ചെയ്യാനൊക്കെ വേണ്ടിയതാ, അന്നേരം ഒരു ഇച്ചിരി വെച്ചേക്കണം. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ ചേർക്കാൻ പോവാ. വേവിച്ച് വെച്ചിട്ടില്ല, സോറി കേട്ടോ, തലേന്ന് വെള്ളത്തിലിട്ട് കൂത്ത് വെച്ചേക്കുന്ന, ഇനി വേവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, അതായത് നമ്മൾ ഗ്രേവിക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി. ചോറിന് ഞാൻ ഉപ്പിട്ടേച്ചാ വേവിച്ചേക്കുന്നത്. അന്നേരം ഒരു ഇച്ചിരി ഉപ്പ് ചേർത്താൽ മതിയേ. കടലയിലെല്ലാം നമ്മുടെ അരപ്പ് നല്ല അസലായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എന്നാണെന്നറിയാമോ, ഇനി കടല വേവാനായിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ, അതായത് കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചേച്ച് കടല നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇപ്പം ഈ സമയത്തുണ്ടല്ലോ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചേച്ച് നമുക്ക് അതിൻ്റെ ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം നോക്കാവേ.
ഇത് സപ്പോസ് എങ്ങാനും നമുക്ക് എരിവ് കുറവാണ് എന്ന് തോന്നുവാന്നേൽ ഒരൊറ്റ കാര്യമേ ചെയ്യാനൊക്കത്തുള്ളൂ, നമുക്ക് പച്ചമുളക് ചുമ്മാ ഒന്ന് കീറിയിടാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇനി പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പൊടിയുടെയൊക്കെ ഞാൻ പറയല്ലേ എപ്പോഴും ഒരു റോ ടേസ്റ്റ്, ആ പച്ച ചൊവ്വ എപ്പോഴും മുന്നിട്ട് നിൽക്കുക. അന്നേരം നമ്മുടെ ബിരിയാണിക്കാന്നേലും ഒത്തിരി ടേസ്റ്റ് ഒന്നും വരികയില്ല. പിന്നെ തൈരാണെങ്കിലും വേണേൽ ചേർക്കാം, നോ പ്രോബ്ലം. പിന്നെ അന്നേരം ഇല, അതായത് മല്ലിയിലയോ പുതിന ഇലയോ ഒക്കെ നിങ്ങൾക്ക് പോരാൻ തോന്നുകയല്ലേ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി. ഉപ്പ് ഇതെല്ലാം ഇതിനകത്ത് ഈ സമയത്ത് നോക്കി വെച്ച് എന്നതാണോ കുറവ് അതങ്ങ് ചേർത്തേച്ചാൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കിനി ഈ കടല ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ബേസിക്കലി നമ്മൾ കടല വേവിക്കാൻ എന്നാ ചെയ്യുന്നത്, കുക്കറിനകത്തോട്ടിട്ട് വേവിക്കുകയാണ് ഏറ്റവും എളുപ്പം. അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നാണെന്നറിയാമോ, ഇത് ഒന്നാന്ന് തിളച്ച ആ കടലയിൽ ഒന്ന് പിടിച്ച ആ ഒരു വാട്ടർ, ഈ തേങ്ങാപ്പാൽ ഒന്ന് ഇച്ചിരി ഒന്ന് വറ്റിയേച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല അസലായിട്ട് കടല വേവിച്ചെടുക്കണം. ഇങ്ങനെ വെന്തങ്ങ് പോലെ, അതായത് നമ്മൾ ഇച്ചിരി കട്ടി തോന്നരുത് കടലയ്ക്ക്. നല്ല സോഫ്റ്റായിട്ട് കടല വെന്ത് കഴിഞ്ഞാൽ ഗ്രേവി ഒട്ടും പാടില്ല, കടലയ്ക്ക് നല്ല പെരട്ടി എടുക്കാൻ പാടുള്ളൂ, എന്നാലേ നമുക്ക് ബിരിയാണി ലെയർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഇത്രയും സ്പെഷ്യലായിട്ട് ചെയ്യാൻ കാര്യം, എല്ലാവരും വിചാരിച്ചു 2 കൺസിഡറേഷൻ ഉണ്ട് കേട്ടോ എനിക്ക്. ഒന്ന് നമ്മുടെ പ്രേക്ഷകർ, വിജയ മാസമല്ലേ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ, അതുകൊണ്ട് അതുള്ളൊരു വെജിറ്റേറിയൻ മാത്രമല്ല. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു IAS ഓഫീസറാണ് വരാൻ പോകുന്നത്. അതാരാന്നല്ലേ, IAS എന്ന് മാത്രം ഒന്നും പറഞ്ഞാൽ ഓക്കെയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ആ വ്യക്തിയെ പറ്റി പറയുവാന്നേൽ ഒത്തിരി ലേബലുണ്ടെന്ന്, എന്തോരം പഠിച്ചേക്കുന്നത്. ഷീസ് എൻ IAS ഓഫീസർ, ഷീസ് എ ഡോക്ടർ, ഒരു നല്ല ആക്ട്രസ് ആന്നു, നല്ലൊരു ചിത്രകാരിയാന്നു, പിന്നെ നല്ലൊരു സാഹിത്യകാരിയാന്നു, പിന്നെ അന്നേരം നല്ലതായിട്ട് പാട്ട് പാടും. ഇതൊക്കെ പോരായോ, ഇത്രയും ഒരു എന്നാ പറയുക, ഇത്രയും ഒരു കഴിവുള്ള കുട്ടി ഐ എം സീയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. കാര്യം എന്നോടൊക്കെ പറയുവാന്നേൽ ഒന്ന് പഠിക്കണമെന്ന് പറയുന്ന പാടെ എൻ്റെ അപ്പനും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാട്ടോ. ഇത് നമ്മുടെ ആനീസ് കിച്ചണിലെ ഗസ്റ്റായിട്ട് വരുന്ന വേറെ ആരുമല്ല, ട്രിവാൻഡ്രത്തെ അസിസ്റ്റന്റ് കളക്ടർ ദിവ്യ അയ്യർ ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ദിവ്യ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാലോ വെജിറ്റേറിയൻ ആണ്. പക്ഷേ എന്നാൽ ദിവ്യയ്ക്ക് കൊടുക്കാൻ കുറച്ചുകൂടെ ഒരു നല്ലൊരു എന്നാ പറയുക, ഒരു ടേസ്റ്റി ഡിഷും കൂടെ ആയിക്കോട്ടെ, ഒരു വെറൈറ്റിയും കൂടെ അല്ലേ ഇത്. അന്നേരം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്നാ പറയുക, ഇത് ബേസിക്കലി കുറച്ച് സ്പൈസി കറിയാന്നേ, സ്പൈസി ആന്നു നമ്മുടെ ബിരിയാണി. പിന്നെ അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് സാലഡോ പപ്പടം പിക്കിള് അങ്ങനെ വരത്തുള്ളൂ. പക്ഷേ എന്നാലും നമ്മുടെ ആനീസ് കിച്ചണിൽ അപ്പം ഞാൻ എന്നതേലും ഒരു കറിയും കൂടെ ഈ ഒരു ബ്രേക്കിൻ്റെ ഇടയിൽ ഞാൻ കരുതും. ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നാന്നറിയാവോ, നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ലായിരുന്നോ ഉള്ളി, ആ ഉള്ളിയും കൂടെ നമ്മുടെ ഗ്രേവിക്കകത്ത് തിളച്ച് കഴിയുമ്പോൾ പകുതി സ്ട്രെയിറ്റ് ഹാഫ് ചേർത്തേച്ച് വേണം നമ്മുടെ കടല വേവാൻ വെക്കാൻ. സ്ട്രെയിറ്റ് ഹാഫ് മതിയേ. ബാക്കി നമുക്ക് എന്നാ പറയുന്നത് ലെയർ ചെയ്യാനുള്ളത് അന്നേരം മുഴുവൻ അങ്ങിട്ട് ഒക്കുകയില്ല. പക്ഷേ വറുത്ത ഉള്ളി നമ്മുടെ ബിരിയാണിയിൽ അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ബിരിയാണിയിൽ ഏതായാലും വറുത്ത ഉള്ളി ഒരു പിടിയും കൂടി ഇടുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ ബിരിയാണിക്ക്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അധികം വർത്താനത്തിനും പോണ്ട ബഹളത്തിനും പോണ്ട, ബിരിയാണി ലെയർ ചെയ്യാനുള്ളതാ. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് വെന്തോട്ടെ കേട്ടോ. എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടല വെന്ത് അതിനെ ഞാൻ വറ്റിച്ചെന്ന് പറഞ്ഞാൽ ആ വെള്ളം എല്ലാം അങ്ങ് പറ്റിയേക്കുവാന്നേ. ഇപ്പോൾ അതേണ്ട കടല നല്ല പെരണ്ട് നല്ല ഗ്രേവിയാണ്. ഈ ഗ്രേവി തിക്ക് ഗ്രേവിയാണ്. നമ്മൾ ഒത്തിരി ലൂസാക്കി എടുക്കുവാന്നേൽ ചോറ് ഏതാണ്ട് കുഴഞ്ഞ കൂട്ടത്തിലാവും, അതൊക്കെയല്ല. നമുക്കൊരു ഇച്ചിരി ബിരിയാണി ഒരു ഇച്ചിരി എന്നാ പറയുക, കുഴഞ്ഞ ബിരിയാണി അല്ല, എന്നാൽ ഇച്ചിരി ഒന്ന് ഇതായിട്ട് കിടക്കണ്ടേ, അങ്ങനത്തെ ബിരിയാണിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഒരു പരിപാടിയില്ല, നമ്മൾ ലെയർ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ലെയർ ചെയ്യുന്ന കൂട്ട് ഇതിനകത്ത് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് നമ്മൾ സാധാ ബിരിയാണി ലെയർ ചെയ്യുന്നതിനെക്കാട്ടിലും. അതെന്നാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ നെയ്യ് ഒഴിക്കുകയല്ലേ, പക്ഷെ ഞാനിവിടെ നെയ്യ് ഒഴിക്കത്തില്ല. ആദ്യം ഞാൻ ചോറിടാൻ പോവാന്നേ. ചോറിനകത്തോട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, കുറച്ച് വാനില എസൻസ് അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് അല്ലെങ്കിൽ ബിരിയാണി എസൻസ് ഏതാന്ന് വെച്ചാൽ അത് ചേർത്തോ, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാന്ന്.
കാര്യം എന്നാണെന്നറിയാവോ, ചില സമയമൊക്കെ ഇതൊരു ചെറിയ ടിപ്പാണ്. എന്നാന്ന് വെച്ചാൽ ചില സമയത്തൊന്നും നമുക്ക് അന്നേരം ബിരിയാണി ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒക്കുകയില്ല. പക്ഷേ ഏറ്റവും നല്ല ബെസ്റ്റ് ബിരിയാണി കഴിച്ചേച്ച് വരുന്നവർക്ക് പറയുന്ന ഒരു റിസൾട്ട് എന്നാണെന്നറിയാവോ, നമ്മുടെ കൈ നല്ല മണക്കുമ്പോഴത്തേക്ക് നല്ല മണം വരണം എന്നാണ് പറയുന്നത്. എന്നാൽ നല്ല ബെസ്റ്റ് ബിരിയാണിയാണെന്നാണ് പറയുന്നത്. എന്നും പറഞ്ഞ് കുഴഞ്ഞ ബിരിയാണി വെച്ചേച്ച് നല്ലതെന്ന് പറഞ്ഞ എസൻസ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു ഫ്ലേവറും അതിൻ്റെ ആ ഒരു എന്നാ പറയുക, അത് ബിരിയാണിയുടെ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എസൻസും കൂടെ ചേർത്താൽ നല്ലതാണ്. ഇതിനകത്തോട്ട് ഞാനൊരു നുള്ളല്ല, ഒരു 1/2 ടീസ്പൂണോളം വെച്ചു. ഒരുപാട് എസൻസ് വേണ്ട, ഒരു ഇച്ചിരി അതിൻ്റെ ആ ഒരു മണം കിട്ടാനായിട്ടാണ്. ചിലരാന്നേൽ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ അത്. ഇതൊന്നും ഇട്ടില്ലെങ്കിൽ ചിലർ റോസ് വാട്ടർ ഇടും. ഏതായാലും മതി, നമുക്ക് ഇഷ്ടമുള്ള ഒരു മണം ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ബേസിക്കലി വാനിലയോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വാനില ഇടുന്നത്. ചില സമയമാണെങ്കിൽ കോക്ടെയിൽ പോലെ വാനില കുറച്ച്, എന്നാ പറയുന്നത്, പൈനാപ്പിൾ കുറച്ച്, അങ്ങനെ കുറച്ച് മിക്സ് ചെയ്തും ചേർക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ, ഇന്നൊന്നുമില്ല. ഇപ്പം ഇനി എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യുന്നത്, നമ്മുടെ ആദ്യം ചോറിടുവാന്ന്, ആദ്യത്തെ ലെയർ. ഇതിൻ്റെ മേലിൽ നമ്മൾ ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരുന്നില്ലേ ഇഞ്ചി, അതൊരു 3-4 എണ്ണം. ഒത്തിരി ഇടരുത്, അവസാനം ഇഞ്ചി കടിക്കും, അന്നേരം അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് പോവേ. ഒത്തിരിയല്ല, കുറച്ചൊരു ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഇങ്ങനെ വന്നു പോയാൽ മതി. ഇതിൻ്റെ മേലിലോട്ട് ഒരു ഇച്ചിരി ഉള്ളി വറുത്ത് വെച്ചേക്കുന്നേ. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. പുതിനയൊക്കെ നമ്മൾ ആ ഗ്രേവി ചേർക്കുമ്പോൾ മാക്സിമം ചേർത്തോണം, അന്നേരം നല്ല മണം വരുവേ. എന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് നമ്മുടെ കടല, ഇത് ഒരു ലെയർ നല്ലതായിട്ട് അങ്ങ് ഇട്ടോണം. ഇനി നെക്സ്റ്റ് ഇതേപോലെ ഇച്ചിരി ചോറ് ഇതിൻ്റെ മേളിൽ. ഇത് എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഇച്ചിരി നെയ്യ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാ ചെയ്യണമെന്നറിയാം, ഒന്നെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യുന്ന പോലെ ദം ഇടണം എന്നുണ്ടെങ്കിൽ ദം ചെയ്യാം. ഇതിനകത്ത് ഒരൊറ്റ ഡിഫറൻസ് എന്നാണെന്നറിയോ, നമ്മൾ ഇറച്ചിക്ക് അന്ന് പകരം കടല ചേർത്തേക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബിരിയാണിയുടെ പ്രൊസീജിയേഴ്സാണ്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതും കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എപ്പോഴും ബിരിയാണി നല്ല ചൂടോടെ കൊടുക്കുന്ന ഏറ്റവും ടേസ്റ്റേ. അതിനകത്തോട്ടൊരു ഇച്ചിരി മല്ലിയില, 1-2 കഷ്ണം ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞേക്കുന്ന 1-2 കഷ്ണം ഇഞ്ചി മതിയാവും. കുറച്ച് പുതിന. ഇനി ഇതിനകത്ത് എന്നാന്നോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഫുൾ തക്കാളിയുടെ ഒരു കഥ പറഞ്ഞില്ലായിരുന്നു. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫുൾ തക്കാളി അങ്ങ് ഇട്ടായിരുന്നേ. ഇനി നമുക്ക് തക്കാളിയുടെ ആ ഒരു, എനിക്കിപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും പൊടിയെല്ലാം നോക്കിയപ്പം എല്ലാം അതിൻ്റെ കണക്കിനുണ്ട്. ഇനിയിപ്പോൾ അഥവാ നമുക്കൊരു റെഡിഷ് കളർ വന്നിട്ടില്ല തോന്നുവാന്നേലും നമ്മളിത് പെരട്ടിയിട്ട് വാങ്ങാറാവുകയല്ലേ, അന്നേരം ഒരു ടൊമാറ്റോ എടുത്തേച്ച് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തേച്ച് അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടേച്ച് ഒന്ന് ഇളക്കി എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇതിനകത്തൊരു റെഡ് കളറും കൂടെ ഇതിനകത്ത് വരും. അപ്പോൾ നമ്മൾ ലെയർ ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു റെഡിഷ് അവിടെ ഇവിടെ കാണും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന എന്നാന്നറിയാം, ഞാൻ ഇതെന്നാ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ കേസരി പൗഡർ അല്ലേ, അത് കുറച്ച് നമ്മുടെ വൈറ്റ് ചോറ് എടുത്തിട്ട് മിക്സ് ചെയ്തേക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇച്ചിരി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുവാന്നേൽ ഒരു കുറച്ചുകൂടെ നല്ല രസമാണ്.